ഗൈസ്, എനിക്ക് കൊടൈക്കനാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വന്നപ്പോൾ എനിക്ക് ഛർദിൽ ഒട്ടും വയ്യായിരുന്നു. അപ്പം എനിക്ക് ദേഷ്യം വന്ന പോണോന്നുള്ള മൈൻഡായിരുന്നു. പക്ഷേ ഞങ്ങൾ തണുത്ത് കോടമഞ്ഞ് തീർന്നു. ഹേ ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ വഴിയേ പറയാം. അപ്പോൾ ഈ കാറിനകത്തുള്ളത് ഒന്ന് ഷാ, ഒന്ന് ഞാൻ, ഒന്ന് ഷാബിയാമ്മ, മാമയുടെ വൈഫ് ജാസ്മി മാമി, പിന്നെ മാമിയുടെ അനിയത്തിയുടെ മക്കളുണ്ടായിരുന്നു 3 പേര്, പിന്നെ അലിയും ഫഹദും. അപ്പോൾ ഇത്രയും പേരും കൂടെ ഞങ്ങൾ ഒരിടം വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് നമ്മൾ എണ്ണ അടിക്കുകയാണ് ഗൈസ്. ഒന്നും നോക്കിയില്ല, നമ്മൾ ഫുൾ ടാങ്ക് അങ്ങ് അടിക്കാമെന്നങ്ങ് വിചാരിച്ചു. എന്തായാലും മൊത്തം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കൊടൈക്കനാൽ പോണതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്കുള്ള കളിയും ചിരിയും ഉറക്കവും ഛർദിലും വയ്യായ്മയും അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? കൊടൈക്കനാൽ. ഷാബി, നമ്മളെങ്ങോട്ടാ പോകുന്നേ? കൊടൈക്കനാൽ ഊട്ടി. നമ്മളെങ്ങോട്ടാ പോകുന്നേ? പറ. മാമി, നമ്മളെങ്ങോട്ടാ പോകുന്നേ? കൊടൈക്കനാൽ. നമ്മളെങ്ങോട്ടാ പോകുന്നേ? കൊടൈക്കനാൽ. പൈസ ഫുൾ ടാങ്ക് എണ്ണ കടിച്ചു. കുറച്ച് പാട്ടും കേട്ട് സംസാരിച്ച് നമ്മൾ 12 കണ്ണറപ്പാലം ഉള്ള തെന്മലയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഷാബിയാമ്മ പാട്ടൊക്കെ മാറ്റി മുസ്ലിയാരുടെ പാട്ടൊക്കെ ഇട്ട് ബാക്കി ഇരിക്കുന്ന അലിയും ഫഹദും ഉമറും മുന്നായൊക്കെ ബോറടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിള്ളേർ വെറുതെ ഇരിക്കുമോ, നമ്മൾ വെറുതെ വിടുമോ? ഈ വണ്ടി ഓടിക്കണമെങ്കിൽ ഷായ്ക്ക് ഒരു ജില്ല് പാട്ട് വേണം. അങ്ങനെ നമ്മൾ ജില്ല് പാട്ട് തന്നെ ഇട്ട്. വണ്ടികൾ മാത്രമല്ല, അവിടെ സിറ്റി പോലെ ഇതാണ് പോലെ വളവ് കിടക്കുന്ന അടിയിലത്തെ പകലിറങ്ങി നല്ല അടിപൊളിയായിട്ട് ഗ്രാമത്തിൻ്റെയൊക്കെ വ്യൂ കിട്ടിയാണ്. പക്ഷെ ഇപ്പം രാത്രിയിലൊന്നും കിട്ടുന്നില്ല. ലൈറ്റ് മാത്രമേ ഉള്ളതുണ്ടോണം പോലെ. അങ്ങനെ തെന്മല കഴിഞ്ഞപ്പോഴത്തേക്കും അലിയും നല്ലപോലെ ഒന്ന് ഛർദ്ദിച്ച് വീട്ടിൽ ഇറങ്ങാൻ നേരത്ത് തണ്ണിമത്തൻ നല്ലപോലെ കൊത്തി എരിഞ്ഞ് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ടാണ് വന്നത്. ബാക്കിലും കൂടെ ഇരുന്നത് കൊണ്ടാവണം നല്ലപോലെ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അലിയൊക്കെ നല്ലപോലെ ഉറങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ തമിഴ്നാട് നമ്മൾ എസ് വളവ് കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് നമ്മൾ ഏറെക്കുറെ യാത്ര ചെയ്തു, കുറച്ചിങ്ങ് യാത്ര ചെയ്ത് വന്നല്ലോ. അപ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്ന് ബാത്റൂമിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പമ്പിലൊക്കെ കയറി. അങ്ങനെ ഞാനൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ ഒരു പരുവമായി. എനിക്ക് സാധാരണ യാത്ര ചെയ്യുമ്പം പണ്ട് ഭയങ്കര ഛർദ്ദിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ മയിൽവാഹനം, ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കണ്ടോ? അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ദൂരം യാത്ര ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാനൊക്കെ തോന്നുന്നു. അങ്ങനെ നമ്മൾ മാമാടുത്ത് പറഞ്ഞ് ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. ചായ കുടിക്കാൻ പോവാം, എഴുത്തപ്പഴം കഴിക്കാം. 306 കിലോമീറ്ററിൽ ഞങ്ങൾ പോകേണ്ടത് 190 കിലോമീറ്റർ. അപ്പം ഞങ്ങൾ എത്ര കിലോമീറ്റർ കഴിഞ്ഞു? 110 കിലോമീറ്റർ കഴിഞ്ഞു അല്ലേ ഷാ? എന്തായാലും ഒന്നും കേട്ടില്ല. എന്നിട്ട് അല്ലേന്ന് വെച്ചപ്പോൾ അല്ലേ പൊടിയിട്ട
കാളപ്പാലിൽ ചായ കുടിക്കുന്ന മാളു. കാളപ്പാലല്ല, ഇതിനകത്ത് പൊടിയിൽ കലക്കി ചായ കൊള്ളത്തില്ല, കൊള്ളാത്ത ചായ, കട്ട ചായ. പക്ഷെ സാധാരണ ഞങ്ങൾ പുത്തൂരും മേറവാടിയൊക്കെ പോകുന്ന പോലെ കിടുക്കച്ച ചായ ഇടുന്നത്, ഇത് പക്ഷെ കൊള്ളത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാത്രിയാണ് ഇറങ്ങിയത്, രാത്രി 1 മണിക്കെങ്ങാണ്ട് ഇറങ്ങിയത്. കാരണം രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്താൻ, എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ 2:30 എങ്ങാണ്ട് ആയപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഇങ്ങനെ കുറേ കഴിഞ്ഞ് അപ്പോഴത്തേക്കും. അപ്പോൾ 1 മണിക്കല്ല, 11-12 മണിക്കായിരിക്കും ഇറങ്ങിയത്. ആ ഒരു ടൈമിൽ എന്തായാലും ഇറങ്ങിയത്. അപ്പോൾ മാമായൊക്കെ പിന്നെ ഏറ്റവും ബാക്കിൽ തട്ടി, പിള്ളേരെല്ലാം പിന്നെ നടുക്ക് കയറി. പിന്നെ നമ്മൾ ഏകദേശം വെളുക്കാറായപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്തെത്തി, ചുരം കയറി ഒരു സ്ഥലത്തെത്തി. അത് കഴിഞ്ഞ് നമുക്കത് കാണുന്നുണ്ടോ, അവിടെയാണ് പോവേണ്ടത്. അങ്ങനെ നമ്മൾ നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സിൽവർ ഫോൾസിലെത്തിയിട്ടുണ്ട്. കൊടൈക്കനാൽ എത്തുന്നതിന് മുന്നേ ഉള്ള സിൽവർ ഫോൾസ് ആണിത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. എനിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഓൾറെഡി പെട്ടെന്ന് ടെമ്പറേച്ചർ മാറുമ്പോഴത്തേക്ക് എനിക്കില്ല മീനിനെ കിടക്കാം. മീൻ ഒരു വെള്ളത്തിൽ നിന്ന് മറ്റേ വെള്ളത്തിലിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റത്തില്ലല്ലോ, അതുപോലാണ്. എന്റെ അകത്ത് ഇൻഡസ്ട്രി തണുത്ത് കോടമഞ്ഞ് തീർന്നു. ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടൈമിലായിരുന്നു, നല്ല ചൂടുള്ള സമയത്താണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. എൻ്റെ വായ് ഇങ്ങനെ കൂട്ടിയിടിക്കുമായിരുന്നു. ഷായുടെ വായിൽ നിന്നൊക്കെ പുക വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ, അത് മഞ്ഞ് കോട. അപ്പോൾ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണ് ഈ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മലയോര വിനോദസഞ്ചാരമാണ് ഈ സംഭവം. അപ്പോൾ ഇവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോണത്. അതിൻ്റേതായ ത്രില്ല് എനിക്കുണ്ട്. അങ്ങനെ ഞങ്ങളിതാ കൊടൈക്കനാൽ ആ ഒരു ചുരം കയറി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം എനിക്ക് ഈ ഒരു ഈ ഗ്ലാസ്സിനകത്ത് തന്നെ ഈ മഞ്ഞ കണ്ട ഈ ഒരു സൺറൈസൊക്കെ കാണുമ്പോഴത്തേക്കും മറ്റേ പൊന്മുടിയിൽ ഇതണൊക്കെ കാണാറുണ്ട്, മൂന്നാർ, അവിടെയൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കാണുന്ന ഈ ടെക്സ്റ്റ് ബുക്സിലും പിന്നെ ഈ വീഡിയോസിലൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര കോരിത്തെരിപ്പും ഒരു ആകാംക്ഷയായിരുന്നു ബാക്കിയുള്ള കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോഴത്തേക്കും അവിടുത്തെ ഒരു മഞ്ഞ് കണ്ട, ആ ഒരു മല മൂടി കിടക്കുന്നത് കണ്ട മഞ്ഞ്, ആ ഒരു മഞ്ഞിൻ്റെ തണുപ്പ് നമുക്ക് നല്ലപോലെ ഇവിടം വരെ കിട്ടുന്നുണ്ട്. ഈ ഗ്ലാസ് അടച്ചിട്ടിട്ട് ഞങ്ങൾ AC ഓഫ് ചെയ്തിട്ടിരിക്കുക, അത്ര തണുപ്പാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും ദൂരം എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നതെന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ ലേക്ക്, അഥവാ മനുഷ്യനാൽ നിർമ്മിതപ്പെട്ടത് എന്നാണ് പറയുന്നത്. മനുഷ്യരുണ്ടാക്കിയ ഒരു ലേക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ലേക്ക് കാണാൻ എൻ്റെ മക്കളെ അടിപൊളി വ്യൂ ആണ്. ആ ലേക്കിൻ്റെ മുകളിൽ, ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ പുക പോലെ ഇങ്ങനെ കിടന്നിങ്ങനെ ഓടിക്കളിക്കുന്നത് നല്ലപോലെ കാണാൻ പറ്റും. ഭയങ്കര രസം അത് കാണാൻ നേരിട്ട്. ഈ ഒരു വ്യൂ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല കാർട്ടൂണിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ഞങ്ങൾ നിർത്തിയില്ല. ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഒരുപാട് ഇത് കറങ്ങി കാണാനുണ്ട്, അത്ര രസമാണ്. രാവിലെ ഓരോരുത്തർ ഇങ്ങനെ നടക്കുന്നുണ്ട്, സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. സൈക്ലിംഗ് ചെയ്യാനൊക്കെ എക്സ്ട്രാ അവിടെ പൈസ ഉണ്ട് കേട്ടോ. ഈ ഒരു വിടവിലൂടെ കാണുന്നുണ്ട് ആ ഒരു മഞ്ഞ്, ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നല്ല ഭംഗിയാണ് അത് കാണാൻ നേരിട്ട്. ഇത് കാണുന്നതൊക്കെയല്ല. അപ്പോൾ എല്ലാവരും നല്ല ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ ഛർദ്ദിച്ച് കുഴഞ്ഞാണ് ഇവിടം വരെ എത്തിയത്. അപ്പോഴത്തേക്കും ഞാൻ ഒരു റൂം എടുത്ത് ഞങ്ങൾ വൃത്തിയാകാൻ, എല്ലാവരും ഒന്ന് കുളിച്ച് വൃത്തിയാകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം കുളിച്ച് റെഡിയായൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുളിച്ചില്ല, സത്യം പറഞ്ഞാൽ വൃത്തിയാകാൻ വേണ്ടി കയറിയതാണ്. ഒന്ന് പല്ലൊക്കെ തേച്ച് കുളിക്കാൻ പറ്റത്തില്ല ഗൈസ്, അത്ര തണുത്ത വെള്ളമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ട് ഒരുപാട്. വെക്കേഷൻ ടൈമും കൂടെ അല്ലേ. അപ്പോൾ നമുക്ക് 2 മണിക്കൂറത്തേക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂം ചോദിച്ചതിന് അവർ 1200-ഉം 2000 ഒക്കെ പറഞ്ഞ അവസാനം നമ്മൾ 800 ഒതുക്കിയിട്ടാണ് കയറിയത്. അത് നമ്മൾ ഫ്രഷായി 1 മണിക്കൂറിനുള്ളിൽ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോണത് ഫുഡ് കഴിക്കാനാണ്. പക്ഷേ എനിക്ക് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇറങ്ങത്തില്ല.
അപ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലൊക്കെ ഇറങ്ങി. പക്ഷേ തട്ടിപ്പാണ് ഗൈസ്, മൊത്തം തട്ടിപ്പാണ്. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ നല്ല നെയ് റോസ്റ്റൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ നല്ല ഫുഡാണ്, അടിപൊളി നെയ് റോസ്റ്റ് ആയിരുന്നു. കണ്ടപ്പോൾ തന്നെ എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയത്തില്ല, ഛർദ്ദിച്ചതിൻ്റെ ഇതുവരെ മാറിയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു പൂ കണ്ട, ഇത് കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ അങ്ങനെ തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ കാണത്തുള്ളൂ. മൂന്നാർ പോയപ്പോഴത്തേക്കും ഞാനും ചായം പോയപ്പോഴത്തേക്കും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കൊടൈക്കനാൽ വന്നപ്പോഴും അത് കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പൂവായത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പോച്ച പോലെ ഇവിടെ ഇങ്ങനെ കിളിച്ചിരിക്കുന്ന അതിൽ നിന്ന് പിച്ചെടുക്കുന്നതാണ്. അങ്ങനെ മാമായും മാമിയും ഇഡലിയും സാമ്പാറൊക്കെ പറഞ്ഞ് ഭൂരി പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ പറഞ്ഞ്. പക്ഷേ എനിക്ക് എൻ്റെത് ആസ്വദിക്കാൻ പറ്റിയില്ല. ഞാൻ അവസാനം ഷായ്ക്ക് കൊടുത്തിട്ട് വന്ന്. പിന്നെ ഈ ഒരു ലേക്കിൻ്റെ നടുക്കായിട്ട് കാണുന്നതാണ് ഈ സംഭവം. രാത്രി ഇതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ രാത്രി ഇവിടെ സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോണത് അപ്പർ ലേക്ക് വ്യൂ പോയിൻ്റ്, അഥവാ ഈ ലേക്കിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. അപ്പം നമ്മൾക്ക് മുകളിലോട്ട് പോകാം. നമ്മൾ മുകളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിൽ കയറിയപ്പോഴത്തേക്കും ആ ഒരു ലേക്കും കൊടൈക്കനാലിലുള്ള ആ ഒരു താഴത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ലേക്കിൻ്റെ അവിടെയുള്ള എല്ലാ സംഭവവും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു റൗണ്ട് അടിച്ചതും ആ ലേക്കിൻ്റെ ചുറ്റിനും റൗണ്ട് അടിച്ചതും എല്ലാം കാണാൻ പറ്റും. ഈ ഫോണിൽ കൂടെ കാണുന്നൊരു വ്യൂവേ അല്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി കണ്ണിനിങ്ങനെ കുളിർമയേകുന്ന ഒരു വ്യൂ ആണ്. ആ ഒരു മേഘങ്ങളും ആ ഒരു ലേക്കും ആ ഒരു പച്ചപ്പും എല്ലാം ആയിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ നോക്കി കുറേ നേരം അങ്ങനെ അങ്ങ് നിന്ന് പോകും. അങ്ങനെ ഞാൻ കുറേ നേരം നിന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അലി നിന്ന്, ഷാ നിന്ന്, എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാനും ഷായും അവിടെ നിന്ന് കുറേ നേരം സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പ്രണയിനിയും പ്രണയനും നിന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഒരുപാട് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ ഒരുപാട് ഫാമിലീസ് ഉണ്ട്, കാരണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇവനൊക്കെ 2 ഉടുപ്പായിട്ടിരിക്കുന്ന ഹുഡിയൊക്കെ. ഞാനാണെങ്കിൽ എനിക്ക് ഇതിട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് പോലും എനിക്ക് ഈ വെയിലത്ത് നിന്നിട്ട് ചൂടെടുക്കുന്നില്ല. ആ ഒരു തണുപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാധാരണ ഞാൻ മുടി ഇങ്ങനെ അഴിച്ച് ഇടാറേ ഇല്ല, എപ്പോഴും ഇങ്ങനെ കെട്ടി വെക്കാറേ ഉള്ളൂ. ഷാബിയാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക. മാമക്ക് വ്യൂ എത്ര ആസ്വദിച്ചിട്ടും തീരുന്നില്ല, അത്ര ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ഇരിക്കുന്ന ഈ ഒരു വീടുകളൊക്കെ നിൽക്കുന്നുണ്ട്. അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പില്ലേഴ്സ് റോക്ക്, അവിടെയാണ് പോകുന്നത്. പക്ഷേ ഈ പോണ വഴിയിലുള്ള കാഴ്ചകളുണ്ടല്ലോ, അത് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. സത്യം പറഞ്ഞാൽ ഓരോ വഴിയും കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കാനായിട്ട് ഓരോരുത്തടുത്തും എന്തോരം ടൂറിസ്റ്റുകളാണെന്നറിയാം. കൂടുതലും സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്നാണ് ആൾക്കാർ. നമുക്ക് വണ്ടി വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും, ഫുള്ള് കേലാണ്. കുറച്ച് വണ്ടിയുള്ളൂ കർണാടകയും തമിഴ്നാടും. പിന്നെ ആ ഒരു വ്യൂ ഉണ്ടോ, ആ ഒരു പച്ചപ്പ് റോഡിൻ്റെ സൈഡിലൊക്കെ. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ മാനൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു പച്ചപ്പിലൊക്കെ പോയിന്ന് വീഡിയോസും റീൽസും ഷോർട്സും ഒക്കെ എടുക്കാൻ അടിപൊളിയായിട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഈ ഒരു മേഘവും ആ ഒരു പച്ചപ്പും ഇങ്ങനെ പകുതി ഇല കൊഴിച്ച് ഇങ്ങനെ സുന്ദരികളായിട്ട് നിൽക്കുന്ന മരങ്ങളും ഒക്കെ കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ക്ലിക്ക് തന്നെയാണ്, അടിപൊളി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് തണുപ്പും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പില്ലേഴ്സ് റോക്കിലോട്ട്. എല്ലായിടത്തു നിന്നും കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഓരോ സ്ഥലത്തോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ പില്ലേഴ്സ് റോക്ക് എത്തിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ പില്ലർ റോക്കിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും നോക്കുകയോ ഒന്നും കാണാൻ വയ്യ, നല്ല മഞ്ഞ, ഭയങ്കര മഞ്ഞ്. അവിടെ ഇറങ്ങിയപ്പോഴോ അതിലും ഭയങ്കര മഞ്ഞ്. അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് സ്ഥലം, എവിടെ ഒതുക്കണം. നമുക്ക് നോക്കിയേ ഒതുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തോട്ട് വണ്ടി ഒതുക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ മയിൽവാഹനം ഒതുക്കിയിട്ടിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. നടന്നപ്പോഴത്തേക്കും ഞാൻ ഫഹദിൻ്റെ കൂടെ നടന്നു. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പാരാ നടക്കുക. തണുപ്പൊക്കെ അല്ലേ. ആ ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വാ, കണ്ണാടി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണാടി മേടിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ കണ്ണാടി ഞാൻ ബാഗിൽ വെച്ച് മറന്നു ഗൈസ്. ആ പൂവൊക്കെ കണ്ട, ഇതൊക്കെ തണുപ്പത്ത് മാത്രം വിരിയുന്ന പൂവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കണ്ണാടികൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ, നമ്മളെയും കൊച്ചു കുട്ടികളെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന പലതരം സാധനങ്ങൾ അവിടെ ഉണ്ട്. കൊച്ചു ഒരുപാട് കടകളുണ്ട്. പിന്നെ നമ്മളൊന്നും അങ്ങോട്ട് നോക്കിയില്ല. നോക്കിക്കഴിഞ്ഞാൽ ഷായുടെ നിക്കറൊക്കെ കീറും. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഗൈസ് പട്ടി ഷോ കാണിച്ചുകൊണ്ട് നടക്കുന്നു.
കോടമഞ്ഞിൽ ഹേയ് ഹേയ് താഴ്വരയിൽ ഹേയ് ഹേയ് കോടമഞ്ഞിൽ ഹേയ് താഴ്വര. ഇതാണ് കോടമഞ്ഞ്. ആ മേടിച്ചു തരാം. കോടമഞ്ഞ് അപ്പോൾ നമ്മൾ പില്ലർ റോക്കിലോട്ട് കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും മഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് കാണുന്നത്. മഞ്ഞല്ല, കോട. പൊന്മുടിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഭയങ്കര ഒരു കോട ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ത്രില്ലാണ് ഗീസ്. അങ്ങനെ നമ്മൾ പില്ലർ റോക്കിൻ്റെ അകത്തോട്ട് കയറി അത് കാണാനായിട്ട്. അങ്ങനെ ഇവിടെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരും ഓരോ ദിക്കിലേക്ക് പോയി ഗൈസ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അങ്ങനെ മാമാക്കും മാമിക്കും ഫോട്ടോ എടുത്തുകൊണ്ട് ഇരിക്കുന്ന ടൈമിൽ ഒരു സംഭവം കണ്ടു. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിച്ചാൻ പറ്റാത്ത പീച്ച് ഇരിക്കുന്നുണ്ടോ? അടിപൊളി വ്യൂ. അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ കണ്ട് ഞാനും ഷായും കുറച്ച് നേരം അവിടെ നിന്ന് സ്നേഹിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ നമ്മൾ സ്നേഹിച്ച് നോക്കിയപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും അപ്പുറത്തെ സ്ഥലത്തോട്ടൊക്കെ പോയി. എനിക്കാണെങ്കിൽ ഈ ബീച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര ത്രില്ലായിപ്പോയി. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഒരു ത്രില്ല് ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര കോട ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സാധാരണ ഈ കോട വരുമ്പോഴത്തേക്കും ഈ അലർജിയും ഇതൊക്കെ വരുന്നതാണ്. ഡസ്റ്റ് അലർജി ഉള്ളത് കൊണ്ട് ആ ഒരു ഇത് വരുന്നതാണ്. പക്ഷേ എനിക്കങ്ങനെ വന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് തണുപ്പൊന്നും അങ്ങനെ പറ്റത്തില്ല. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു അവിടെ ചെന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കോട്ടും ഇങ്ങനെ ഇട്ട് നടക്കുന്നത്, ഈ സ്വെറ്റർ ഇട്ട് നടക്കുന്നത്. എനിക്ക് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കിങ്ങനെ കിടുങ്ങും, ഇങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കും. ഇവരെ കൂട്ടത്തിൽ ആകെ ഇട്ട് കിടക്കുന്നത് എനിക്ക് പെട്ടെന്ന് തണുക്കുന്നത് കൊണ്ട്. അത് കഴിഞ്ഞതായി ഈ ഒരു മരത്തിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുത്തു. ഈ ഒരു ഇളം വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഒരു ചോക്ലേറ്റിൻ്റെ കടയാണ്. ഈ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണല്ലോ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് പറ്റിപ്പാണ്. നമ്മൾ ആ പറ്റിപ്പിൽ പോയി പെടാതിരിക്കുന്നതാണ് നല്ലത്. ചോക്ലേറ്റ് മേടിച്ചിട്ട് വലിയ വില അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ചോക്ലേറ്റ് 200 ഗ്രാം 100, അതുപോലെ തന്നെ എല്ലാം 200 ഗ്രാം 100. ഞങ്ങൾ വൈറ്റ് ചോക്ലേറ്റിൽ നിന്നും 200 ഗ്രാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിൽക്ക് ചോക്ലേറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര നഷ്ടമാണ്. എന്നാലും നമ്മൾക്ക് മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് കരുതി. ട്രൈ ചെയ്യാത്തൊന്നുമല്ല, എന്നാലും കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. വൻ നഷ്ടമായിട്ട് ഇവിടെ വൻ ഉടായ്പ എല്ലാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വി ആർ ഗോയിങ് ടു ഗുണ കേവ്. ഇതാ സംഭവം. ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ വന്ന് അവങ്ക നാട്ടിൽ വന്ന് അവങ്ക സാധനം ടേസ്റ്റ് ചെയ്യാതിരിക്കുന്നത് മോശം താനേ. മോശമാ சொல்லாது കൊള്ളാതൊന്നുമല്ല. ഉങ്ക തമിഴ് വളരെ മോശമാണ്. എങ്കേ ഗുണാക്കേ കാണാൻ വേണ്ടി ഒരുപാട് അതിഥികൾ ചോക്കി. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അമ്മ ഇതൊക്കെ വീട്ടിലുണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുതുമയില്ല. നോട്ട് ഗുഡ് ടേസ്റ്റ്. നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ട്രൈ ചെയ്യാം. ഞാൻ കുറച്ച് കപ്പിളിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. കൊള്ളാം, കുഴപ്പമില്ല. ഇത് കൊള്ളാം, മറ്റേത് കൊള്ളാം. അപ്പൊ ഈ കുരങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടൈക്കനാൽ ഊട്ടി ഇങ്ങനെയുള്ള തമിഴ്നാട് കയറിയാൽ ഇതൊക്കെ തന്നെ കേരളത്തിലും ഉണ്ട്. എന്നാൽ അവിടെയാണ് കൂടുതൽ. അവിടെ ആരോ എന്തോ വെച്ച് ബാഗ് വണ്ടിയുടെ മുകളിൽ കെട്ടി എന്തോ വെച്ചിരുന്നത്. ബാഗിന്റെ സിബ് തുറന്നെടുത്ത അഹങ്കാരിയായ കുരങ്ങനാണ് ഇവൻ. ഇതുപോലെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അപ്പൊ നമ്മൾ ഗുണ കേവിലോട്ട് കയറാൻ പോകുകയാണ് ഗൈസ്. എല്ലാരും വാ, സെൽഫി സ്റ്റിക്ക് കിട്ടി, നമുക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാം.
ആര് നെക്സ്റ്റ് അവർ എൻട്രി ടു ഗുണാക്കി. അപ്പോൾ നമ്മൾ ഗുണ കേവിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗൈസ്, കൊടൈക്കനാൽ പോവുകയാണെങ്കിൽ എവിടെ കയറണമെങ്കിലും അത് ടിക്കറ്റ് എടുത്തിട്ടേ നമുക്ക് കാണാൻ പറ്റും. ഒരു കൊച്ചു സ്ഥലമാണെങ്കിൽ പോലും അവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ അവർ നമ്മളെ കയറ്റത്തുള്ളൂ. അപ്പോൾ എവിടെ ഇറങ്ങിയാലും നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പം ഏറെക്കുറെ ഞാനൊന്ന് ക്ഷീണിച്ചു. എനിക്ക് നടക്കാൻ വലിയ പാടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് നടക്കാൻ മടിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഓടി കയറുകയാണ്. അങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും ചുറ്റിനുള്ള ഈ ഒരു സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 3-4 ദിവസം നിന്ന് പയ്യെ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഷോർട്സൊക്കെ എടുത്ത് പയ്യെ പോകാനേ ഉള്ളൂ. പക്ഷെ നമ്മൾ 1 ഡേ ട്രിപ്പിലാണ് കൊടൈക്കനാൽ, അടുത്ത ഡേ ഊട്ടി. അങ്ങനെ ഒറ്റ ദിവസം ഒരു പെട്ടെന്ന് തീരുമാനിച്ച് ഇറങ്ങിയതായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വരണമെന്ന് തീരുമാനിച്ചതായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആകാശമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ, ഒരു നീല കളറൊക്കെ. അത് കഴിഞ്ഞ് നമ്മളിതാ ഗുണ കേവിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ആ ഒരു വേരൊക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ എപ്പോൾ വീഡിയോ കണ്ടാലും എനിക്ക് വരണം ഞാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളാണ്. അത് വന്നു കഴിഞ്ഞപ്പം ഈ റീലിൽ കാണുന്നത് പോലെയല്ല, ഭയങ്കര തിരക്കാട്ടോ. നമുക്കൊന്ന് നിൽക്കാനോ കാല് വെക്കാനോ ഒരു ചുവട് പോലും വെക്കാൻ പറ്റില്ല, അമ്മാതിരി ആളായിരുന്നു ഗൈസ്. എനിക്ക് കൊടൈക്കനാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വന്നപ്പോൾ എനിക്ക് ഛർദിൽ ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് പോകണമെന്നുള്ള മൈൻഡായിരുന്നു. പക്ഷേ നമ്മളെവിടെയായിരുന്നു? പില്ലേഴ്സ് റോക്ക് അവിടെ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഓക്കെ. അതിനുശേഷം ഇപ്പോൾ ജില്ലെന്ന് നിൽക്കുക. അവിടെ നോക്കിയാൽ കാണാം. ഏറെ പോണല്ലോ. ഞാൻ സെൽഫി ചെയ്തിരുന്നു. ഇതല്ലേ ഓക്കെ. കോടയെന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ കോട. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പൈൻ ഫോറസ്റ്റ്. നമ്മളെ മഞ്ജു വാര്യരെയാണ് പൈൻ ഫോറസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ചൂളമടിച്ച് കറങ്ങി നടക്കും ഇവിടെ ഉണ്ടോ ടിക്കറ്റ്? പൈൻ ഫോറസ്റ്റ്. ഇവിടത്തേക്ക് മെയിൻ ഐറ്റമാണ് ഈ ചോളം ആൻഡ് ഈ മാങ്ങ. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൊല്ലത്തും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും ഭയങ്കര റേറ്റ് ഉണ്ട്. രണ്ട് സുഹൃത്തുക്കൾ കുതിരയെ കണ്ട് പേടിച്ചിരിക്കുകയാണ്.
ധൈര്യമുള്ള ആൾ അങ്ങോട്ട് ചെന്നൊന്ന് തൊടും. നല്ല കാറ്റും നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. വലിയ കുതിര, ആദ്യമായിട്ട് ഇത്രയും വലിയ കുതിര. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഒരു റീൽസ് പോലും എടുക്കാതെ പോണത് മോശമല്ലേ? അതും പൈൻ ഫോറസ്റ്റിൽ. അപ്പം നമ്മൾ കുറച്ച് റീൽസ് എടുക്കാന്ന് വിചാരിച്ചാൽ അത് കാണാതെ പോയിന്റാ, കുക്കർസ് പോയിന്റാ, അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. റോഡൊക്കെ കാണാൻ ഒരു ഭംഗിയില്ലേ, സൈഡിലത്തെ വസ്തു. ഇവിടെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം കണ്ടിട്ട് ഇപ്പോൾ താഴേക്ക് പോകണമെന്ന് വെച്ചാൽ ഏതോ ഒരു വില്ലേജിലോട്ടാണ് പോകുന്നത്, അവിടെ ഫേമസ് ആയിട്ടുള്ളത്. എനിക്ക് നെയിം കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മ വരണില്ല. ഗൂഗിൾ അങ്ങനെ എന്തോ സോറി, എനിക്കറിയത്തില്ല, കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അത് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ എന്തായാലും ഉണ്ടെന്ന് തോന്നണം. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാടിൻ്റെ, നല്ല പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വഴിയെന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് കാണാൻ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഈ ഒരുപാട് മൃഗങ്ങളും ഒരുപാട് സംഭവങ്ങളുണ്ട്. മയിലിനെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് ടൈഗറിൻ്റെ ഏരിയ ആണ്, എലിഫൻ്റ് ഇറങ്ങുന്നതാണ്, കാട്ടുപോത്ത് ഇറങ്ങുന്നതാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂക്കാലി ഉണ്ടല്ലോ, യൂക്കാലി അത് നിറച്ച് ഫുൾ വഴിയിലും യൂക്കാലിയാണ്. അതുപോലെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സിഡൻറ്റ് നിങ്ങൾ കണ്ടോ, വണ്ടി കിടക്കുന്നത് കണ്ടോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ആക്സിഡൻറ്റ് നടക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു 99.9% സാധ്യതയുള്ളൊരു വഴിയാണ്. കാരണം ഈ വഴിയിൽ ഒരു വണ്ടി പോവും, പിന്നെ ഒരു വണ്ടി കഷ്ടിച്ചേ പോകത്തുള്ളൂ. അപ്പം നമ്മൾ സ്പീഡ് കുറച്ച് വളരെ പയ്യെ വേണം പോകാൻ. അപ്പോൾ ബൈക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ 2 കാറൊക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും സ്ലോയിൽ പോയാലേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ റോഡൊക്കെ കാണുമ്പം അത്രയും സ്പീഡിൽ പോവും, തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഈ പോണ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ കാടിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു വീട് കാണും, അവിടെ ആൾക്കാരും കാണും. അത് എങ്ങനെ താമസിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഒരു ക്ലൈമറ്റ് കിടിലുമാണ്. ആ വീടിരിക്കുന്നത്, അതിൻ്റെ ചുറ്റുപാടും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ആ താഴെ കാണുന്ന ആ വില്ലേജാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. പിന്നെ ആ വില്ലേജിലോട്ട് നമ്മൾ ഇറങ്ങുന്നില്ല, അത്രയും താഴോട്ട് നമ്മൾ പോകണില്ല, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ഥലം വരെ നമ്മൾ പോകണുള്ളൂ. ഇത് കാണാൻ വേണ്ടി 20 കിലോമീറ്റർ ഓടി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വില്ലേജിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് വെളുത്തുള്ളി, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. പച്ചയ്ക്ക് എന്ന് വെച്ചാൽ വേവിക്കാതെ കഴിക്കാനും അന്നേരം ആ റോ ആയിട്ട് കഴിക്കാനൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരറ്റും, അത് നമ്മൾ ക്യാരറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു റോ ക്യാരറ്റ് കഴിക്കുന്നത്, അത്രയും ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കഴിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഷായി മൂന്നാർ പോയ ടൈമിലായിരുന്നു. അവിടെ വെച്ചിട്ട് ഷായ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. നമ്മൾ ഈ ഒരു പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന ടേസ്റ്റേ അല്ല. നല്ല കരിമുരാന്നുള്ള നല്ല മധുരമുള്ള ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ. കോട പറന്നു പോണത്. അപ്പഴേ പറഞ്ഞോണ്ട്
ഞാൻ എന്താ വരുന്നു ഷാ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ ഈ ഒരു പൂ എന്ന് പറഞ്ഞാൽ തണുപ്പ് പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പൂവാണ്. മൂന്നാർ പോയപ്പോഴേ ഞാൻ ഈ ഒരു പൂവ് കാണുന്ന. ഷായി ഞാനും പോയപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഒരു പൂവ് എപ്പോൾ കണ്ടാലും എനിക്കിതിങ്ങനെ പ്ലക്ക് ചെയ്യണം. ആ ഒരു സൗണ്ടും ആ ഒരു ഭംഗിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അങ്ങനെ ഗൈസ് നമ്മളിതെല്ലാം കണ്ട് നേരെ തിരിച്ച് ചുരം ഇറങ്ങാൻ പോകുകയാണ് ഗൈസ്. അപ്പം നമ്മൾ നല്ല ടയേർഡാണ്. തലേന്ന് രാത്രി ഇറങ്ങിയതല്ലേ, ഇപ്പം പിറ്റേന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ടയേർഡ് ഉണ്ടായിരുന്നു. അപ്പം ചുരം ഇറങ്ങുന്നതിന് മുന്നേ ഷായെ തന്നെ ഒന്ന് ബോഡി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുകയാണ്. ഷായ്ക്ക് നല്ല കൺട്രോളാട്ടോ ഡ്രൈവ് ചെയ്യാനായിട്ട്. കാര്യം എത്ര ഉറക്കം വന്നാലും ഷാ ഉറങ്ങാറില്ല. ഷായ്ക്ക് അത്ര ഉറക്കം വന്നാലും നല്ല ഷായ്ക്ക് ഉറക്കം വരാറില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ. പുള്ളിക്കാരൻ നല്ല എൻജോയ് ചെയ്താണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് സീറ്റിൽ ഞാനോട് ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കും. പിന്നെ അതാ ഇവിടെ ഞങ്ങൾക്ക് മുമ്പേ പോയൊരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഷായ്ക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കും, ഒരു മണിക്കൂർ ഉറങ്ങും, എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങും. അത്ര മതി ഷാ. ഓക്കെ. അതുപോലെ തന്നെ അതാണ്ട് ഈ തമിഴ്നാട് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടില റോഡാട്ടോ. ഞാൻ ഷായി എൻജോയ് ചെയ്ത്, ഷായ്ക്ക് നല്ല എൻജോയ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റി. 100-ലൊക്കെ ഷാ പറത്തി. പിന്നെ ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോണത് ഊട്ടിക്ക്. അപ്പം ഞങ്ങളുടെ ഊട്ടിയുടെ വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളുടെ കൊടൈക്കനാലിൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തൊരു ഡേയ്സാണ് കൊടൈക്കനാൽ ഊട്ടിയും. അപ്പോൾ ഊട്ടിയുടെ വ്ളോഗ് ഉടനെ തന്നെ വരുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ. സൈനിങ് ഓഫ് സബീല അലീഫ്.